ജഗരുവെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. 40 കണ്ടസ്റ്റൻറ്റ് 40 കോമണേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് കോമണേഴ്സ് മാത്രമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനതിനകത്ത് പലരുടെ ഇൻസ്റ്റയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ അതിനകത്ത് അത്യാവശ്യം ഫോളോവേഴ്സും അത്യാവശ്യം ഫെയിമിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഇതിലെ പിന്നെ ഹൈ ടാലൻറ്റഡും പലരും. അപ്പോൾ ഈ കോമണർ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് എനിക്ക് എവിടെയും കിട്ടിയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇതൊരു അടിപൊളി ഒരു സ്റ്റാർട്ടാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 8 നമുക്ക് തുടക്കത്തിൽ തന്നെ കിട്ടുന്നത്. ഇപ്പോൾ കോമണേഴ്സ് ആണെന്നുള്ള ഒരു തോന്നൽ പോലും നമുക്കുണ്ടാകാത്ത രീതിയിൽ അവർ ഹൈ ടാലൻറ്റഡാണ്. അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, ടാസ്കുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെനീഷയാണ് അതിനകത്ത് ഹോസ്റ്റായിട്ട് വരുന്നത്. പിന്നെ അഖിൽ മാരാർ, അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസ്, റിയാസ്. അപ്പോൾ ഇവർ 3 പേരാണ് ജഡ്ജസായിട്ട് വന്നിരിക്കുന്നത്. റെനീഷ മാക്സിമം കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിലുള്ള ക്ലബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് 100% വിജയിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം ഒന്ന് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ക്രിഞ്ചാവാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റാണ് ഈ ഒരു ഹോസ്റ്റിങ്. അത് നല്ല രീതിയിൽ റെനീഷ ബാലൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. 40 കോമണേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് കൊടുക്കുന്നു. അതിനകത്തുനിന്ന് അവർക്ക് 20 കീ കൊടുക്കുകയാണ്, ലോക്ക് കൊണ്ട്. ആദ്യം കീ എടുക്കുന്ന 20 പേർക്കാണ് എൻട്രി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്ന 20 പേര് താക്കോൽ എടുക്കുന്നു. അപ്പോൾ ഈ താക്കോലിൻ്റെ കൂടെ ഇതിനകത്തൊരു ക്ലൂ ഉണ്ട്. അപ്പോൾ ആ ക്ലൂ വെച്ചിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ലോക്ക്. അപ്പോൾ ഈ ക്ലൂവും കൂടി ഉണ്ടെങ്കിലേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. വെറുതെ താക്കോൽ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ക്ലൂവും കൂടി വേണം. അങ്ങനെ ക്ലൂ ഉൾപ്പെടെ കിട്ടിയ 20 പേര് എൻട്രി ആവുന്നു. അപ്പോൾ ഈ 20 കോമണേഴ്സ് അകത്ത് കയറിയതിന് ശേഷം ഇത് പുറത്തുനിന്നാണ് ഈ 40 പേരെ കാണിച്ചത്. ഈ ഒരു ഷോയ്ക്ക് അകത്തേക്ക്, ഹൗസിനകത്തേക്കല്ല, ഈ സ്റ്റേജിലോട്ട് ഈ 20 പേരേനെ വിളിക്കുകയാണ്. ഈ 20 പേരേനെ ഈ 3 ജഡ്ജസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ അഖിൽ മാരാർ, രഞ്ജിനി, റിയാസ്, ഈ 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യാണ് ഈ 20 പേരേനെ. ആ 20 പേരേനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ 20 പേരേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ഡിവൈഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള അതിനകത്ത് കാണുന്ന ആൾക്കാരെ ഇഷ്ടമുള്ള രീതിയിൽ വിളിച്ചെടുക്കുക ഇവർ. ഇപ്പം നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിയൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കണ്ടം ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഇവനെ വിളിച്ചു, അപ്പോൾ മറ്റേ ക്യാപ്റ്റൻ ഞാൻ ഇവനെ വിളിച്ചു, അങ്ങനെ വിളിക്കൂലേ? അതേപോലത്തെ ഒരു പാറ്റേണാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് അതിനകത്ത് ഒരു പോര് ബിഗിൻ ചെയ്തു. അതായത് അഖിൽമാരാർ പറഞ്ഞത് റിയാസിൻ്റെ സീസണിൽ റിയാസിനെ ഇഷ്ടമല്ലാത്ത ഒരാൾ കൈപ്പൊക്കാൻ പറഞ്ഞു. അതിൽ ഒരാൾ കൈപ്പൊക്കിയപ്പോൾ അയാളെ അഖിൽമാരാരുടെ ടീമിലേക്ക് എടുക്കാനുണ്ടായത്. ഇതേപോലെ തന്നെ ഈ ഒരു ഗോള് റിയാസ് തിരിച്ചടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസ് ചോദിച്ചത് അഖിൽമാരാറിൻ്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരാൾ കൈപ്പൊക്കി. അങ്ങനെ റിയാസ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഈ റിയാസിനെയും അതുപോലെ തന്നെ അഖിൽമാരാറിനെയും വെച്ചിട്ട് റെനീഷ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ റെനീഷ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജഡ്ജസാണ്, അപ്പോൾ വരുന്നവരാണ് മത്സരിക്കേണ്ടത്, നമ്മളല്ല. അപ്പം നമ്മളൊരിക്കലും അടിപിടി കൂടരുത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയതെങ്കിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എന്താ പറയുക തോണ്ടലുകൾ, പോക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് ഇവരേനെ ഈ 20 പേരേനെ 3 പേരും കൂടിയിട്ട് വിളിച്ചെടുത്തു. അതിലേ ഞാൻ പേര് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, റിയാസ് 7 പേരെ വിളിച്ചു, അതുപോലെ രഞ്ജിനി 7 പേരെ വിളിച്ചു, അഖിൽമാരാറിന് 6 പേരെയാണ് കിട്ടിയത്. അത് ബാലൻസ് വന്നത് അഖിൽമാരാർക്ക് കിട്ടിയില്ല. അത് രഞ്ജിനിയും റിയാസും കൂടിയിട്ട് 2 പേര് ബാലൻസ് വന്നതിൽ ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ റിയാസിൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ഷിബിന, പൂജ, റഷ, അസിയ, അനഘ, പ്രണവ്, അഭിരാം. രഞ്ജിനിയുടെ ടീം എന്ന് പറയുന്നത് പാർവതി, സബീല, അമൃത, വർഷ, നയന, രചന, ആരാധ്യ. അടുത്തത് അഖിൽമാരാറിൻ്റെ ആണ്. ഷിജിൻ, എൽദോ, ഷാനോ, അമൽ, അപർണ, ബിജു തോമസ്. അത് ഇരിഞ്ഞാലക്കുടക്കാരനാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവരിൽ റിയാസിൻ്റെ ടീമിനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളിൽ ഒരു പലക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ ഡിസ്പോസിബിൾ ഗ്ലാസ്, ആ ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെക്കുക. അപ്പോൾ ഈ പേപ്പർ കപ്പ്
അടിയിൽ നിന്ന് 1 വെക്കുക, പിന്നെ ഒരു പലക വരും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ 2 വെക്കും, പിന്നെ ഒരു പലക വരും, അതിൻ്റെ മുകളിൽ 3 വെക്കും, പിന്നെ ഒരു പലക വരും, അതിൻ്റെ മുകളിൽ 4 വെക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇത് പേപ്പർ കപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒന്ന് കാറ്റൂതിയാൽ തന്നെ അത് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ പേര് വീണിട്ടുണ്ട്, കുറേ പേര് വീണു, പിന്നെയും വെച്ച് ബസർ ടു ബസറാണ്. അപ്പോൾ അവസാന ബസർ അടിക്കുന്ന സമയത്ത് വീഴാതെ പിടിച്ചു നിൽക്കുന്ന ആളുടെയാണ് ശരിക്കും പറഞ്ഞാൽ വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു പെൻഡൻ്റാണ്, വിജയികൾക്ക് ഒരു പെൻഡൻ്റാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ BBയുടെ ആ ഒരു ലോഗോ ആണ് ഇവർക്ക് ലോക്കറ്റായിട്ട് വരുന്നത്. അത് സേഫാണ് ശരിക്കും പറഞ്ഞാൽ ആ ലോക്കറ്റ് കിട്ടുന്ന ആൾ. ഇവിടെ ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവാണ് ഈ ലോക്കറ്റ് വിജയിയാവുന്നത്. അപ്പോൾ പ്രണവ് സേഫാണ്. അഭിരാമും നഗീം അവർ 2 പേരും ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് പോലെ, അതായത് ഇവൻ്റെ കൂടെ തന്നെ ഒരു സേഫായിട്ട്. പക്ഷേ ലോക്കറ്റ് അവർക്ക് കിട്ടിയിട്ടില്ല. ലോക്കറ്റിനൊരു പ്രാധാന്യമുണ്ട്, അത് വഴിയെ പറയുന്നതായിരിക്കും, എന്ന് വെച്ചാൽ നെക്സ്റ്റ് എപ്പിസോഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ പ്രണവിൻ്റെ ഒപ്പം തന്നെ ഇവരേനെയും കൂടി മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള 4 പേരേനെ ഔട്ട് ഹൗസിലോട്ടാണ് വിടുന്നത്. ഔട്ട് ഹൗസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു ഡേഞ്ചർ സോണാണ്. അതായത് ഹൗസിനകത്തോട്ട് പോകാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല, പുറത്തോട്ട് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അതും അറിയില്ല. അതങ്ങനത്തെ ഒരു സോണാണ് ഔട്ട് ഹൗസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിനെ വിളിക്കുന്നു, അവരെ പരിചയപ്പെടുത്തുന്നു. അവർക്ക് കൊടുത്ത ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളാണ്. ഓരോ റിങ്ങുകൾ നിലത്തിട്ടിട്ടുണ്ടാവും. ഓരോ റിങ്ങിലും ഓരോരുത്തർ കയറി ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുകയാണ്, സർക്കിളായിട്ട് തന്നെ. എന്നിട്ട് റെനീഷ അവിടെ ഇരുന്നുകൊണ്ട് ഓരോ പേര് വിളിക്കും. അതായത് പണ്ട് നമ്മൾ കളിച്ചിട്ടുള്ള കളികളൊക്കെ തന്നെയാണ്, പണ്ടത്തെ ബിഗ് ബോസിലൊക്കെ കളിച്ചിട്ടുള്ള തന്നെ. അതായത് ഇപ്പോൾ അഖിൽമാരാരെന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ റൈറ്റിലോട്ട്, അതുപോലെ റെനീഷ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ട്, റിയാസ് എന്ന് പറയുമ്പോൾ മിഡിലിൽ, അങ്ങനെ ചാടി കളിക്കൂലേ, അതാണ് ഗെയിം. അതിപ്പോൾ ചിലർ റിയാസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഔട്ടാണ്. സോ കളി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ അവസാനം ജയിക്കുന്നത്, ഇതിനകത്ത് വിന്നറായതെന്ന് പറയുന്നത് പാർവതി മാത്രമാണ്. സോ ബാക്കിയുള്ള എല്ലാവരും, പാർവതിക്ക് പെൻഡൻറ്റ് കൊടുത്തു, ബാക്കിയുള്ള എല്ലാവരും ഔട്ട് ഹൗസിലോട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ എനിക്ക് മറ്റേത് ബസർ ടു ബസർ വെച്ചിട്ട് കളിച്ച് അതിനകത്ത് ഒരാളെ മാത്രം വിന്നറാക്കിയിട്ട് പിന്നെ എക്സ്ട്രാ 2 പേരെയും കൂടി അവരുടെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. അതെനിക്ക് മനസ്സിലാവാത്തത്. വിന്നറെ മാത്രമേ വിളിച്ചിട്ട് ബാക്കിയുള്ള ഒരു ഔട്ട് ഹൗസിൽ ഇരുത്തേണ്ടോടത്ത് അവിടെ ഒരു മാതിരി ഗെയിമായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അഖിൽമാരാറിൻ്റെ ആൾക്കാരെന്നെ വിളിക്കുന്നു. അത് ബോൾ ഗ്ലാസ് ആണ്. അതായത് ഇപ്പോൾ ടേബിളിൽ ഗ്ലാസ് നിരത്തി വെച്ചിട്ടുണ്ട്, ബൗൺസിങ് ബോൾ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ബൗൺസ് ചെയ്തിട്ട് ഗ്ലാസ്സിലോട്ട് വീഴണം, അതാണ് ടാസ്ക്. അത് ബസർ ടു ബസറാണ്. കൗണ്ട് ഡൗൺ റെനീഷയാണ് കൗണ്ട് ഡൗൺ ചെയ്യുന്നതൊക്കെ. ഓക്കെ, അങ്ങനെ ബസർ ടു ബസർ കളി സ്റ്റാർട്ട് ചെയ്ത് അതിൽ ജയിക്കുന്നത് ഷിജിനാണ്. ഷിജിൻ ജയിക്കുന്നു. ബാക്കി 2 പേര് ഔട്ട് ഹൗസിലോട്ട് പോകുന്നു. ബാക്കിയുള്ളവർ സേഫ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സേഫ് ആണെന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇരുത്തുന്നത്, ഔട്ട് ഹൗസിനെ മാത്രമാണ് മാറ്റിയിരുത്തുന്നത്. സോ ഇതാണ് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ 20 പേരേനെ ഒറ്റയടിക്ക് തന്നെ പുറത്താക്കിയല്ലോ. ഈ 40 പേരെ കൊണ്ടുവന്നിട്ട് ആ ലോക്ക് കിട്ടാത്തവരെ 20 പേരേനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ആ 20 പേർക്ക് ഒരു ന്യൂ എൻട്രിയും കൂടിയിട്ട് അടുത്ത എപ്പിസോഡിൽ കൊടുക്കുന്നതാണ് റെനീഷ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും നല്ലൊരു ലോഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്റ്റാൻഡേർഡൊക്കെ ഇതിന് ഉണ്ട്. നമ്മൾ ഒട്ടും ലോക്കലല്ല എന്ന് പറയാം, ഒരു ലോക്കൽ സെറ്റപ്പ് അല്ല, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. വർഷയാണോ സബീരയാണോ എന്നറിയില്ല. രഞ്ജിനിയുടെ ടീമിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് അടുത്ത് രഞ്ജിനി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ആരാണ് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആരാന്ന് വെച്ചപ്പോൾ രഞ്ജിനിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബയോഡാറ്റയിൽ രഞ്ജിനിയുടെ കയ്യിൽ ബയോഡാറ്റ ഇരിപ്പുണ്ടല്ലോ അവരുടെ. അപ്പോൾ ബയോഡാറ്റയിൽ എഴുതിയത് പേളിമാണി എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് മിക്കവാറും രഞ്ജിനിക്ക് ഒരു ഹോട്ടാക്കാൻ സാധ്യതയുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിനിയും പേളിമാണിയും ഒട്ടും ചേർന്ന് പോകാത്തൊരു ടൈപ്പാണ്. അതിപ്പോൾ BBയുടെ അകത്താണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, പേളിമാണിക്ക് എതിരായിട്ട് തന്നെയാണ് രഞ്ജിനി എപ്പോഴും ഈ നിമിഷം വരെ നിലകൊണ്ടിട്ടുള്ളത്. ഓക്കെ, സോ അവളെ പ്രത്യേകം റൗണ്ടിൽ സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം രഞ്ജിനി, ഐ ഡോണ്ട് നോ. ബട്ട് അത് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എന്തായാലും നല്ലൊരു തുടക്കം തന്നെയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.